ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നാട്ടിലെങ്ങനെ ഇപ്പം മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 4 മണിക്കൊരു കട്ടൻ ചായക്കൊരു പലഹാരം നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് അതിന് മൈദയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അതിന് നമ്മൾ ക്യാപ്സിക്കം, പച്ചമുളക്, അതേപോലെ മല്ലിച്ചപ്പ്, പിന്നെ വെല്ലുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. എന്നാലാണ് ആ മിക്സ് കറക്റ്റായി കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. എൻ്റെ അടുത്ത് ഈ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടിട്ടുള്ളൂ. പിന്നെ പച്ചമുളക് ഞാൻ ഒരെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുന്നത് കാരണം എരിവിൻ്റെ പ്രശ്നം കൊണ്ടാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസൊക്കെ നമ്മൾ മൈദയ്ക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം കേട്ടോ. പിന്നെ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഇടാം. ഞാൻ ഇട്ട പൊടികൾ ചെറിയ ജീരകം, അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ 2 വരി ഉപ്പിടുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ 2 വരി ഇടുമൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ഇടുക കേട്ടോ. എൻ്റെ അനിയത്തി ഇവിടെ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ പഞ്ചസാരക്ക് ഭയങ്കര ഓവർ മധുരമാണ്, ഉപ്പിന് തീരെ ഉപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉപ്പ് എത്ര ഇട്ടാലും സത്യം പറഞ്ഞാൽ കാണില്ല ഉപ്പ്. അപ്പോൾ നമ്മൾ മിക്സ് കുറച്ച് ടൈറ്റായിട്ട് വേണം കേട്ടോ ഉണ്ടാക്കി വെക്കാൻ. പിന്നെ ബ്രെഡ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ബ്രെഡ് നമ്മളതിലേക്ക് മുക്കിയെടുക്കുമ്പോൾ ഒന്ന് ടൈറ്റായി കഴിഞ്ഞാലുള്ള വെജിറ്റബിൾസ് ആകുമ്പോൾ നിൽക്കുക, അല്ലെങ്കിൽ ആ വെജിറ്റബിൾസ് ആകുമ്പോൾ നിൽക്കാതെ താഴെ തന്നെ ലൂസായിട്ട് പോകും. അപ്പോൾ വെജിറ്റബിൾസ് ഇട്ടതിന് കാര്യമില്ലാതെയും. അപ്പോൾ പിന്നെ വെറുതെ മൈദയിൽ മുക്കി പൊരിച്ച മാതിരിയാവില്ലേ. അപ്പോൾ നമ്മളത് ഓയിലിലേക്ക് ഇട്ടിട്ട് 2 പുറം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കുറച്ച് മുരിഞ്ഞ ടൈപ്പിൽ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഒരു പേരൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പേര് വിളിക്കാം കേട്ടോ. കുട്ടികളൊക്കെ 4 മണിക്ക് സ്കൂൾ വിട്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് കേട്ടോ അത്. കാരണം സ്കൂൾക്ക് വിട്ട് വരുമ്പോൾ നമുക്ക് എന്താ കൊടുക്കാമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. കുറേ നേരം കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മളോടും അവർക്ക് ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. നമ്മളന്ന് പറയുന്നതൊക്കെ അവർ പറയുന്നത് കേൾക്കും. അപ്പോൾ നമ്മുടെ ചായയുടെ കടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സോസ് വെച്ചിട്ടാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോസ് വെച്ച് കഴിക്കുമ്പോൾ അത് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, മക്കൾക്ക് കൊടുക്കൽ തന്നെയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രസമുണ്ടോ അതോ രസമില്ല എന്നുള്ളതൊന്നും അവർക്കൊരു വിഷയമായിരിക്കില്ല. നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് അവർക്ക് ഫസ്റ്റ് കിട്ടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.